ഹലോ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് പുളിയിഞ്ചി. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുളി വെള്ളത്തിലിടാം. അതിനായിട്ട് ഒരു നാരങ്ങയോളം വലിപ്പമുള്ള പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി എടുക്കാം. ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. ചതച്ചെടുത്തതിന് ശേഷം ഇഞ്ചിൻ്റെ നീരും നന്നായിട്ട് പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം. നീര് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ കായപ്പൊടി, ഇനി ഒരു നുള്ളോളം ഉലുവ പൊടിച്ചത്, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലേൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിപ്പ് വെച്ച് അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടാം. നന്നായിട്ടൊന്ന് തിളച്ച് ഏകദേശം ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് നല്ല പോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ബൗളോളം ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. അപ്പം നന്നായിട്ട് ഇത് തിളച്ച് വറ്റി വരും. എണ്ണയെല്ലാം തെളിഞ്ഞ് നമുക്കിത് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം നമുക്കിത് തിളയ്ക്കാൻ വിടാൻ. ആ സമയത്ത് ഇതിൻ്റെ അവസാനമായിട്ട് ഒരു ചട്ടിയിൽ ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകും, ഒരു 2 തണ്ട് കറിവേപ്പിലയും, ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഏകദേശം നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇത് ചൂടാറുമ്പോൾ ഇനി കുറച്ചും കൂടി കുറുകും. ഇപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇനിയും നല്ല നല്ല ഓണത്തിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.